ഇന്നലത്തെ ദിവസമാണ് ഏവരെയും സംശയിപ്പിക്കുന്നത്, വലിയ ആകാംക്ഷയും ഉണർത്തുന്നത്. ആ കൃത്യം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വിളിച്ച കോളുകൾ ആരോടെങ്കിലും അടുപ്പക്കാരുമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ ബന്ധപ്പെടുകയോ മറ്റെന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ, ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് അടക്കം മാനസികമായി പോകുന്ന അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ആർക്കെങ്കിലും നൽകിയിരുന്നോ? ഈ റെയ്ഡ് നടക്കുന്ന ആ ദിവസങ്ങളിൽ, അതായത് 3 ദിവസമായിട്ടാണ് റെയ്ഡ് നടന്നത്. അന്ന് സഹോദരനായിട്ടുള്ള ബാബു, CJ ബാബുവിനെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. തനിക്കൊന്ന് കാണണം, സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം വിദേശത്തായിരുന്നു. ഇന്ന് രാവിലെ കാണാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. വലിയ സമ്മർദ്ദം IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും IT ഉദ്യോഗസ്ഥർ ഇത്രയധികം വിശദീകരിക്കുമ്പോഴും കുടുംബവും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഈ ITക്ക് എതിരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഒരു നിലപാട് ആവർത്തിക്കുന്നുണ്ട്. ഏതായാലും വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നു എന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നു. നിലവിൽ CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ, ഇതെല്ലാം ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പോലീസ്, പ്രത്യേകിച്ച് ബംഗളൂരു സെൻട്രൽ DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ മൊബൈൽ ഫോൺ രേഖകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, ആളുകൾ ആരോടൊക്കെ സംസാരിച്ചിരുന്നു, അവരെ കണ്ടൊക്കെ മൊഴിയെടുക്കാനുള്ള നടപടികളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും അതിനു മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടികളെയും ഇപ്പോൾ അവരുടെയെല്ലാം മൊഴി അൾസൂരിൽ വെച്ച് സമാന്തരമായി പോലീസ് സംഘം എടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് തന്നെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഗൗരവമുള്ള കേസായതിനാൽ തന്നെയാണ് CIDക്ക് ഈ അന്വേഷണം കൈമാറുന്നത്. ഈ മൊഴിയെടുപ്പും മറ്റ് നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും CID ഈ കേസ് അവർക്ക് പൂർണ്ണമായിട്ടും കൈമാറും. നിലവിൽ സെൻട്രൽ DCP അക്ഷയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും CCTV ദൃശ്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം സമ്മർദ്ദത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ സമ്മർദ്ദപ്പെട്ട് ഇരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ നിർണായകമാകും. ജീവനക്കാരെല്ലാം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രാഥമികമായി അവരിൽ നിന്ന് വിശദാംശങ്ങൾ, വിവരങ്ങൾ, ഇന്നലത്തെ സാഹചര്യം ചോദിച്ചറിഞ്ഞുവല്ലോ. ഇനി കൂടുതൽ വിശദമായിട്ടൊക്കെ തന്നെ അവരിൽ നിന്നും വിവരങ്ങൾ ഈ CID സംഘം തേടുമോ? ഈ IT ഉദ്യോഗസ്ഥർ, ആ സംഘം ഇപ്പോൾ എവിടെയാണുള്ളത്? ആദായനീതി വകുപ്പിൻ്റെ സംഘം, അതായത് 10 അംഗ സംഘം ഇപ്പോഴും ബംഗളൂരുവിൽ തന്നെ തുടരുന്നുണ്ട്. അവരിൽ നിന്ന് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നു. കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ആരോപണത്തിന് മുന നീളുന്നത് ഈ സംഘത്തിന് നേരെയാണ്, ആദായനികുതി വകുപ്പിന് നേരെയാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ഇന്നലെ പ്രാഥമികമായിട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും അന്വേഷണമെല്ലാം, അത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെതിരായിട്ടുള്ള അന്വേഷണമെല്ലാം സുതാര്യമായി നിയമപരമായി മാത്രമേ നടത്തിയിട്ടുള്ളൂ, ചട്ടങ്ങൾ പാലിച്ച് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നുള്ള ഒരു വിശദീകരണമാണ് ആദായ നികുതി വകുപ്പ് നൽകുന്നത്. യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വാർത്തകൾ, ആരോപണങ്ങൾ അവർ നിഷേധിക്കുന്നുമുണ്ട്. വൈകാതെ തന്നെ ഔദ്യോഗികമായുള്ള ഒരു വാർത്താക്കുറിപ്പ് ആദായ നികുതി വകുപ്പ് പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും കുടുംബം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടായാൽ അതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അത് സാധാരണയായിട്ട് പിഴയടച്ച് അതിൽ നിന്ന് ഊരുന്നതാണ് പൊതുവിലുള്ള പതിവ്. എന്നാൽ അത്തരത്തിൽ ചെയ്യാമായിരുന്നിട്ടും അദ്ദേഹം എന്തിന് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് വലിയ സംശയം ആണ് ഇവിടെ ഉയരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലാണ് വെടിയേറ്റത്, ഒരു വെടിയുണ്ട മാത്രമാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ട് നൽകുന്ന വിവരം. ബന്ധപ്പെട്ട ACPയും DCPയും ഒക്കെ ഇവിടെ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. നിലവിലേതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം ഇന്ന് മുഴുവൻ ഈ കാണുന്ന മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെയായിരിക്കും അദ്ദേഹത്തിന്റെ വ്യവസായ ലോകത്തിനും അപ്പുറത്തേക്കുള്ള ബന്ധമാണ്. സിനിമാ മേഖലയുമായിട്ടും സാംസ്കാരിക മേഖലയുമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് അകമഴിഞ്ഞ ബന്ധം കാത്തു സൂക്ഷിച്ച വ്യവസായ അധികായനാണ് അപ്രതീക്ഷിതമായി വിട പറയുന്നത്. ആ വിയോഗത്തിൻ്റെ ഒരു നടുക്കം ആർക്കും വിട്ടുമാറിയിട്ടുമില്ല. അപ്പോൾ ഈ മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ, പ്രധാന വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ? ഈ വാർത്ത കേട്ടറിഞ്ഞ് ആരൊക്കെയാണ് ഇപ്പോൾ ബംഗളൂരുവിലുള്ളത്? കുടുംബം കൃത്യമായി പറയുന്നത് സ്വാഭാവികമായും റോയിക്ക് വേണ്ടി IT വകുപ്പ്
നിലവിൽ അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കളും ഒക്കെ ബംഗളൂരുവിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി കണ്ട് പോകുന്നുമുണ്ട്. ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള പൊതുദർശനം നാളെയാകും. നാളെയാണ് കൂടുതൽ ആളുകൾ എത്തുക. ഇന്ന് ഈ ആശുപത്രി മോർച്ചറിയിൽ വന്ന് അദ്ദേഹത്തെ കണ്ട് വളരെ അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വന്ന് അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് പോയിരിക്കുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ കൂടുതൽ ആളുകൾ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഞെട്ടൽ ഈ സംഭവം, ഈ ആത്മഹത്യ വ്യാവസായിക ലോകത്ത് മാത്രമല്ല ബംഗളൂരുവിൽ അതുപോലെ തന്നെ കേരളത്തിലും ഉൾപ്പെടെ എല്ലായിടത്തും വലിയ ഞെട്ടൽ ഉണ്ടാക്കിയ കാര്യമാണ്. എല്ലാവിധത്തിലുള്ള മേഖലകളിലും സ്വയം ഒരു ധനികനായി കഴിവ് ഉപയോഗിച്ച് ധനികനായി എന്നതുകൊണ്ട് മറ്റുള്ള ആളുകളെ മറക്കാതെ വളരെയധികം ആളുകൾക്ക് നന്മ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മൾ ദുബായിൽ നിന്നുൾപ്പെടെ വിവിധ പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കേട്ടതാണ്. നിരവധി ആളുകളെ സഹായിക്കുന്ന അതുപോലെ തന്നെ കലാപരമായിട്ട് നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വലിയ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു സി ജെ റോയ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം, വലിയ വ്യക്തിത്വത്തിൻ്റെ വേർപാട്, അതിൻ്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് 3:15 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത, അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഈ വാർത്ത കേട്ടറിഞ്ഞ നിരവധി ആളുകൾ കോൺഫറൻസ് ഗ്രൂപ്പിൽ ഈ ഓഫീസിന് മുന്നിലേക്ക് സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളൊക്കെ എത്തിയിരുന്നു. കഠിനാധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യമാണ് ബംഗളൂരിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് മുന്നോടിയായിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് IT ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കുടുംബം ഉയർത്തുന്ന ചില സംശയങ്ങൾ തന്നെയാണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള സമ്മർദ്ദം, മാനസികമായിട്ടുള്ള പീഡനമൊക്കെ തന്നെ മരണത്തിലേക്ക് വഴിവെച്ചു എന്ന കുടുംബം പറയുമ്പോൾ ഇതൊക്കെ ഈ അന്വേഷണ സംഘം, നിലവിൽ കർണാടക CID ഈ പരിശോധനകളൊക്കെ നടത്തുന്നത്, അവർ മുന്നോട്ട് ഈ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.